ആളുകൾക്ക് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾ നടത്തപ്പെടുന്നുണ്ട്. ഇനി CUET +2 കഴിയുന്ന ആളുകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ജവഹർലാൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, ഹംദർദ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് അല്ല ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് എന്ത് CUET. എന്താ CUETന്റെ പ്രത്യേകത? നമ്മൾ CUET കഴിഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡിഗ്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അത്രയും നല്ല കോളേജുകൾ, ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ, അപ്ഡേറ്റഡ് സിലബസ്, എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ്, ലോ എക്സ്പെൻസ്, ഹ്യൂജ് ഫണ്ടിംഗ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ്. നമുക്ക് 5 ഇയർ ഇന്റഗ്രേറ്റഡ് MBAക്ക് പ്രവേശനം കിട്ടും. മാനേജ്മെന്റ് സ്റ്റഡീസിൽ BBA, BBM, BCom ഇതൊക്കെ മാനേജ്മെന്റ് പഠന വിഭാഗമാണ്. അതിന്റെ PG പഠനമാണ് MBA. MBAക്ക് നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് MBA എടുത്തിട്ട് കാര്യമില്ല. അല്ലെ കാറ്റോ, മാറ്റോ, സാറ്റോ, ജിമാറ്റോ, സിമാറ്റോ ഒക്കെ എഴുതിയിട്ട് IM, XLRI, സിംബയോസിസ്, NITകൾ, IITകളൊക്കെ നടത്തുന്ന MBA പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. IM കോഴിക്കോട് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം മുതൽ PMS പ്രോഗ്രാം. PMS +2 കഴിഞ്ഞ ആർക്കും എൻട്രൻസ് എഴുതിയിട്ട് PMS ജോയിൻ ചെയ്യാം. ഫീസ് 15 ലക്ഷം രൂപയോളം ഉണ്ട്. പക്ഷെ 4 വർഷം കഴിയുമ്പോൾ നല്ല പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് PMS, ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സയൻസ്. ഇനി ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെ, നിങ്ങൾക്ക് ട്രാവൽ ആൻഡ് ടൂറിസത്തിലാണെങ്കിൽ BA ട്രാവൽ ആൻഡ് ടൂറിസം, BBA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ ലഭ്യമാണ്. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, BBA ട്രാവൽ ആൻഡ് ടൂറിസം, MBA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് കോഴ്സ്. ഇനി കേരള ഗവൺമെന്റ് കീഴിൽ BBA ടൂറിസം ട്രാവൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് KIS എന്ന് പറയുന്ന സ്ഥാപനമാണ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ്. സ്കോപ്പ് പ്രത്യേകിച്ച് AI വരുന്ന, റോബോട്ടിക്സ് വരുന്ന കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മികച്ച സ്കോപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗിൽ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അല്ലെ, 120ഓളം ബ്രാഞ്ചുകളുണ്ട്. അതിൽ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഇതാണ് പരമ്പരാഗത ബ്രാഞ്ച്. ഇപ്പൊ എന്തൊക്കെ ബ്രാഞ്ച് ഉണ്ട്? ഡയറി ഒരു ബ്രാഞ്ചാണ്, ബയോടെക്നോളജി മറ്റൊരു ബ്രാഞ്ചാണ്, ബയോമെഡിക്കൽ ബ്രാഞ്ചാണ്, ഇൻഡസ്ട്രിയൽ അല്ലെ, ഓട്ടോമേഷൻ, സിവിൽ, കെമിക്കൽ ഇങ്ങനെയുള്ള 120ഓളം ബ്രാഞ്ചുകൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ്. ഏറ്റവും ടോപ്പ് സ്ഥാപനം IIT ആണ്. അതിലേക്കുള്ള എക്സാം ആണ് JEE മെയിൻ എക്സാം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ വന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. ആരെങ്കിലും ഉണ്ടോ JEE ഒക്കെ എഴുതിയ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ മെയിൻ എഴുതിയ? ഇന്നലെ മിഞ്ഞാന്നൊരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നിരുന്നു. അവൾക്ക് 99% സ്കോർ കിട്ടിയിട്ടുണ്ട്. NIT കോഴിക്കോട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാനുള്ള മാർക്കുള്ള ഒരു മോഡ് വന്നിട്ടുണ്ടായിരുന്നു. ഈ അഡ്വാൻസ് 23ഓളം IITകളിലേക്കുള്ള പ്രവേശനത്തിന് നടത്തുന്ന മെയിനിൽ നിന്നും പിന്നെ അതിന്റെ ഒരു കട്ട് ഓഫ് മാർക്ക് മറികടക്കുന്ന ആളുകൾക്ക് നടത്തുന്ന എക്സാമാണ് അഡ്വാൻസ്. 23ഓളം IITകളിലേക്കാണ് അതിന്റെ എൻട്രൻസ് വഴി പ്രവേശനം. ഒരു IITക്കാരനാണ് ഞാൻ സൂചിപ്പിച്ചു അല്ലെ, ഖരഗ്പൂർ IITയിൽ നിന്നും മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞാലാണ് സുന്ദർ പിച്ചെ. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം കിട്ടിയ സാലറി 1950 കോടി രൂപയാണ്. ഒരു വർഷത്തേക്ക് 1950 കോടിയാണ് ഇദ്ദേഹത്തിന്റെ സാലറി. നിങ്ങളെ പോലെ മധുരയിലെ ഒരു +2 സ്കൂൾ, സാധാരണ സ്കൂളിൽ പഠിച്ച ആളാണ് സുന്ദർ പിച്ചെ. IIT കഴിഞ്ഞു പ്ലേസ്മെന്റ് കിട്ടിയത് ഗൂഗിളിൽ. അദ്ദേഹമാണ് ഗൂഗിൾ ക്രോം, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ മാപ്പ് ഇതൊക്കെ ഉണ്ടാക്കിയതാരാണ്? നമ്മുടെ സുന്ദർ പിച്ചയാണ്. നല്ല സിമ്പിൾ മനുഷ്യനാണ് അല്ലെ. ലോകത്തെ ഏറ്റവും വലിയ ഗൂഗിൾ ടീമിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ചെന്നൈക്കാരനാണ്, ഇന്ത്യക്കാരനാണ് ആര്? സുന്ദർ പിച്ചെ. ഇനി കീം അല്ലെ, കേരളത്തിലെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയാണ് കീം എക്സാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, IIT JEE അഡ്വാൻസ് വഴിയാണ് പ്രവേശനം. 5 പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് പഠിക്കാം. ബിടെക് ഏവിയോണിക്സ്, ബിടെക് എയറോസ്പേസ്, ബിടെക് ഫിസിക്കൽ സയൻസ് പഠിച്ചാൽ പ്ലേസ്മെന്റ് കിട്ടുന്നത് ISROയിലാണ് അല്ലെ. നമുക്ക് ഇന്ത്യൻ ISROയുടെ ഭാഗമായിട്ട് മിസൈലുകളൊക്കെ ഉണ്ടാക്കുന്ന ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് IISc നടത്തുന്ന ബിടെക് പ്രോഗ്രാമുകൾ. ISER ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് റിസർച്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ISER, NISER. എന്റെ വൈഫിന്റെ സഹോദരൻ
അവനെ ഐസർ തിരുവനന്തപുരത്ത് പോയി പഠിച്ചു. 5ാമത്തെ വർഷം അവനെ തെരഞ്ഞെടുത്തത് 4 യൂണിവേഴ്സിറ്റിയാണ്. ഒന്ന് കാലിഫോർണിയ, മറ്റൊന്ന് മാസച്യൂസെറ്റ്സ്, മറ്റൊന്ന് പെൻസിൽവാനിയ, മറ്റൊന്ന് ജർമ്മനിയിലെ മ്യൂണിക് യൂണിവേഴ്സിറ്റി. അവൻ തെരഞ്ഞെടുത്തത് ജർമ്മനിയിലെ മ്യൂണിക് യൂണിവേഴ്സിറ്റി. അവിടെ കെമിസ്ട്രിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസർച്ച് ഫെലോ ആണ്. പോകുമ്പോൾ അവന് കൊടുത്ത ഫെലോഷിപ്പ് 1 crore ഫെലോഷിപ്പ്. ഇപ്പൊ മാസത്തിൽ കിട്ടുന്ന സ്റ്റൈപ്പൻഡ് 4 lakh per month. 4 ലക്ഷം രൂപ ഫെലോഷിപ്പ് ഉണ്ട്. ആ ക്യാമ്പസിൽ കറങ്ങാനുള്ള ഇലക്ട്രിക്കൽ സൈക്കിൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലത് ജർമ്മനിയിലെ ഗവൺമെന്റിന്റെ വകയാണ്. പഠിച്ചത് എന്താ? ഐസറിൽ BS MS ഇൻ കെമിസ്ട്രി. അപ്പോൾ റിസർച്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് അല്ലെ, തിരുവനന്തപുരത്തുണ്ട്, മൊഹാലി, ഭോപ്പാൽ, തിരുച്ചിറപ്പള്ളി, ഇവിടെയൊക്കെ പൂനെ, ഇവിടെയൊക്കെ എന്തുണ്ട്? ഐസറുകളുണ്ട്. ഐസറിലേക്കുള്ള പ്രവേശനത്തിന് +2 കഴിയുന്ന ആളുകൾ IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം. നൈസർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അറ്റോമിക് എനർജി കമ്മീഷന്റെ കീഴിലുള്ള സ്ഥാപനമാണ് നൈസർ. നൈസറും MSc പ്രോഗ്രാം, BS MS പ്രോഗ്രാം 5 year പ്രോഗ്രാമാണ്. +2 കഴിയുന്ന ആളുകൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം എഴുതിയിട്ട് ജോയിൻ ചെയ്യും. കുസാറ്റ് അല്ലെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി, അവര് BTech പ്രോഗ്രാം, MBA പ്രോഗ്രാം ഒക്കെ നടത്തുന്ന സ്ഥാപനമാണ്. കേരളത്തിലെ ഏറ്റവും നല്ല സാങ്കേതിക സർവകലാശാലയാണ് ഏത്? കുസാറ്റ് കേട്ടോ. സജീവ പ്രവർത്തകയാണ്. അഫ്സൽ ടീച്ചറുടെ മകന്റെ ദാരുണമായ ആ മരണം ഞങ്ങളെയൊക്കെ വലിയ ദുഃഖത്തിലാഴ്ത്തുകയും ഞങ്ങൾ വനിതാ വിങ്ങിന്റെ കുറെ പ്രവർത്തകന്മാർ ഇവിടെ എത്തിയിട്ടില്ല. അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല. അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. സ്വതവേ ഞങ്ങളുടെ ഈ പരിപാടിയുടെ മറ്റുള്ള കാര്യങ്ങൾ, ഇതിനു വേണ്ടുന്ന സഹായങ്ങളൊക്കെ വനിതാ വിങ്ങിന്റെ ആളുകളാണ് ചെയ്തു തരാനുള്ള സൗകര്യത്തോടു കൂടി നടത്താൻ തീരുമാനിച്ചത്. ഈ പരിപാടി നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഈ പരിപാടി മുന്നോട്ട് പോയത്. എന്തായാലും നമ്മുടെ ടീച്ചറുടെ മകന്റെ ആ ദാരുണമായ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. നമുക്കതിന് ആ മകന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ കടമ. ആ മകന്റെ പരലോക ജീവിതം വെളിച്ചമുള്ളതാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് സമാധാനം, അതാണ് ഏറ്റവും വലിയ ആവശ്യം. ആ കുടുംബത്തിന് സമാധാനം കിട്ടുക എന്നുള്ളത്, ഭാവി അവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനം ലഭിക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടുന്ന കാര്യം. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന്റെ സമാധാനത്തിനും അവരുടെ ഭാവിയിലുള്ള ജീവിതത്തിന്റെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും നമ്മുടെ പരിപാടി നമുക്ക് ആരംഭിക്കാം. ഈ പരിപാടി ഇവിടെ നമ്മുടെ MSSന്റെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ മറ്റു പൊതുരംഗത്തുള്ള പല ആളുകളും ഈ പരിപാടി എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായ ആളുകളെയൊന്നും കൂടുതൽ ക്ഷണിക്കാതെയാണ് ഈ പരിപാടി ഈ പ്രാവശ്യം നടത്തിയത്. പക്ഷെ എന്നാലും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കുറെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കടമ്പത്തൂർ യൂണിറ്റ് MSSന്റെ പ്രസിഡന്റ് ഡോക്ടർ K അബൂബക്കറാണ്. അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിമാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമുക്ക് മനോഹരമായൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയത്. കാരണം നിങ്ങൾക്ക് എന്തിനേക്കാളും കൂടുതൽ ഭാവി ജീവിതത്തിൽ എന്താണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന കുട്ടികൾ നമുക്കറിയാം ശരിയായൊരു ക്രീം കുട്ടികളാണ്. കാരണം നമുക്ക് +2-നും SSLCക്കും ഫുൾ A+ കിട്ടിയ കുട്ടികൾ മാത്രമാണ് ഇവിടെ അനുമോദിക്കുന്നത്. അപ്പോൾ നാളെ ഭാവിയിൽ ഒരുപാട് വലിയ വലിയ തലങ്ങളിൽ എത്തേണ്ട കുട്ടികളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവർക്കാവശ്യമായ അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കാൻ വേണ്ടി, അവർ ഭാവിയിൽ എന്താകണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടുന്ന അതിനുള്ള ഒരു സഹായ രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ബഹുമാനപ്പെട്ട മതി സാറിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയത്ത് നോക്കി, സൗകര്യം നോക്കി നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ പരിപാടിയിൽ നമുക്കറിയാം നമ്മുടെ MSSന്റെ വനിതാ വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട KV റംല ടീച്ചർ. നമുക്കറിയാം MSSന്റെ വനിതാ വിങ്ങിന്റെ അഭിമാനമാണ്. ഒരുപാട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള MSSന്റെ വനിതാ വിങ്ങിന്റെ പരിപാടി നടത്തിയിട്ട് കേരളം മുഴുവൻ MSSന്റെ പേരും പ്രശസ്തിയും ഉയർത്തിയ
ബഹുമാനപ്പെട്ട നമ്മുടെ കെ വി രമല ടീച്ചർ, മുൻ പാനൂർ നഗരസഭ ടീച്ചറും കൂടിയ ചെയർപേഴ്സണും കൂടിയാണ്. അദ്ദേഹം നമുക്കറിയാം അവര് ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത് സജീവമായി പൊതുരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ MSSന്റെ ഒരു പൊതുപരിപാടി ടീച്ചർ റിട്ടയർമെന്റ് ശേഷം ആദ്യമായിട്ട് പങ്കെടുക്കുന്നതായിരിക്കും. ടീച്ചറെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ AC കുഞ്ഞബ്ദുള്ള ഹാജിക്ക് MSSന്റെ സജീവ പ്രവർത്തകനാണ്, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞിരിക്കുന്ന AC കുഞ്ഞബ്ദുള്ള ഹാജിക്ക്. അതേപോലെ തന്നെ EA നാസർ, നമ്മുടെ പെരിങ്ങളം പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ പിന്നെ നഗരസഭാ സ്റ്റാൻഡിംഗ് ചെയർമാനായിരുന്നു. പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട EA നാസർ, പിന്നെ ഞങ്ങളുടെ MSSന്റെ എല്ലാമായ കൃഷ്ണൻകുട്ടി മാസ്റ്റർ, അബു മാസ്റ്റർ, PR അലി, അതുപോലെ അബ്ബാസ്, നമ്മുടെ മുസ്തഫ, അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും SC അബൂബക്കറുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പേരെടുത്ത് എല്ലാവരെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആളുകൾക്കും നമ്മുടെ MSSന്റെ വനിതാ വിങ്ങിന്റെ കുറേയധികം പ്രവർത്തകന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും MSSന്റെ മറ്റെല്ലാ പ്രവർത്തകന്മാരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും കൂടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധിഷ്ഠാനത്തേക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ അബൂബക്കറെ ക്ഷണിക്കുന്നു. സെക്രട്ടറി ഇവിടെ പറഞ്ഞു വരുന്നു. പിന്നെ പരിപാടി കുറേ സമയം കൊണ്ടുപോയിട്ടുണ്ട്, നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചടങ്ങിലെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഉച്ചാരണം അവരെ ക്ഷണിക്കുന്നു. SSLC +2 LSS NMMS മികച്ച വിജയികൾക്ക് അനുമോദനം കൊടുക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മളുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ മുന്നോട്ട് എങ്ങനെ നീങ്ങണം എന്നതിനെക്കുറിച്ച് ഒരു വിഭവ സമൃദ്ധമായ ഒരു കരിയർ ഗൈഡൻസ്, അതിനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസവും മുന്നോട്ടുള്ള ജീവിതം. അതുകൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞ സമയമാണ് അവിടെ വന്നിരുന്നത്. ഒരുപാട് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരു വിദ്യാർത്ഥി എങ്ങോട്ട് പോകണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരച്ചു തന്നിട്ടുണ്ട്. അത് നന്നായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റുകൾ അത് മറികടക്കാനും വിജയിക്കാനും സാധിച്ച കുട്ടികളാണ് ഇവിടെയുള്ളത്. LSS എന്ന് പറയുന്നത് പ്രിയപ്പെട്ട റംല ടീച്ചറൊക്കെ ഇവിടെയുണ്ട്. ഒരുപാട് കുട്ടികളെ പെരുവാൽ UP സ്കൂളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ LSSലേക്കും USSലേക്കുമൊക്കെ മികച്ച വിജയം നേടിയെടുക്കാൻ സാധിച്ച ഒരു വിദ്യാലയത്തിന്റെ ഒരു പ്രധാന അധ്യാപികയായിരുന്നു റംല ടീച്ചറൊക്കെ. നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടി MSS സംഘടിപ്പിച്ച പ്രൗഢമായ ഒരു സദസ്സാണിത്. ഇവിടെ വിജയികളായ കുട്ടികൾക്ക് ഉപഹാര സമർപ്പണമുണ്ട്. അതിലേറെ വിലപ്പെട്ടതാണ് കഴിഞ്ഞ ക്ലാസ്. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഭാഗതയെ നിർണ്ണയിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് സാറ് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പരിപാടി സംഘടിപ്പിച്ച കടവത്തൂർ യൂണിറ്റ് MSSന്റെ അതിന്റെ സംഘാടകരെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ചെയ്യുന്നു. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇവിടുത്തെ MSS കടവത്തൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾക്ക് ഏറ്റവും പ്രയോജനകരമായ എനിക്ക് തോന്നിയത് ഈ ക്ലാസ് തന്നെയാണ്. 1.5 മണിക്കൂറോളം, ഏകദേശം 2 മണിക്കൂറിനടുത്ത് മാന്യനായ അജീസ് സാറ് നിങ്ങൾ എന്താകണം, എന്തായിക്കൂടാ എന്നുള്ള ശക്തമായ ഒരു ഉപദേശം നിങ്ങൾക്ക് നൽകി അത് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ആശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ മേഖലയിലും ചോദിച്ച സമയത്ത് ഒന്നും മിണ്ടാതെ മക്കൾ ഇരുന്നിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഒരു ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം നിങ്ങളുടെ പാരന്റ്സും നിങ്ങളുടെ സാഹചര്യവും ഒക്കെ ഒരുക്കി തരും. ഇവിടെ ബഹുമാനായ ഡോക്ടർ ഇതുപോലുള്ള പരിപാടികൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് ഈ ഒരു പരിപാടിയെയും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം മക്കളെ അനുമോദിക്കാൻ
ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സ്വന്തം വീട്ടിൽ തന്നെ വീട് ഒരു സദസ്സാക്കി നടത്തുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ഡോക്ടറെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നിയ ഒരു കാര്യവും കൂടെ ഞാൻ മക്കളെ പങ്കുവെക്കാൻ കൂടെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് പലപ്പോഴും ഇപ്പം ചെയർമാൻ പറഞ്ഞു ജീവിത വിജയം, ലൈഫ് സ്കില്ല് നേടുക എന്നുള്ളതായിരിക്കണം മക്കൾക്ക്. ആ ഒരു കാര്യവും കൂടെ പാഠപുസ്തകത്തിന് അപ്പുറത്ത് ലൈഫ് സ്കില്ല് നേടാനും മക്കൾ എല്ലാവരും ശ്രമിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നിയ ഒരു കാര്യം, അതായത് പ്രിയപ്പെട്ട ഹംസ ടീച്ചറുടെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മോർച്ചറിയുടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മക്കൾക്ക് ആ മോർച്ചറിയുടെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അവിടുത്തെ സാഹചര്യമൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ചെറിയ കാരണം കൊണ്ട്, ഒരുപക്ഷെ A+ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ കൂടെ അവരോടൊപ്പം എത്താൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ രക്ഷിതാക്കൾ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറഞ്ഞത് കൊണ്ടൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന ധാരാളം മക്കൾ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യവും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. രക്ഷിതാക്കളെങ്കിലും അതിന് താല്പര്യം എടുക്കണമെന്നും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മക്കള് ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ മക്കളാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ മക്കൾക്ക് സാധിക്കട്ടെ. ഈ MSS സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നൽകുന്നു. പ്രതീക്ഷകളൊക്കെ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. കുട്ടികൾ അതേ ആ രൂപത്തിൽ തന്നെ അതിനെടുത്തിരിക്കുമെന്നും അത് അത്രയും പ്രാധാന്യത്തോടെ അത് കേട്ട് അതിൽ പ്രതീക്ഷയോടുകൂടി അതിനെ ഉൾക്കൊണ്ടിരിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭാവങ്ങൾ നേർന്നുകൊണ്ട്
സമയമാണിപ്പോൾ. കാരണം ഹൗസ ടീച്ചറുടെ ആ കിടത്തം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. കാരണം മകൻ്റെ വല്ലാതെ വിളയിപ്പിച്ചു. എന്തായാലും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ള എല്ലാ പറഞ്ഞു തന്നു. ഇനി അത് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹജ്ജ് ക്യാമ്പ് തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാമ്പിലായിരുന്നു രണ്ടുപേരും. അപ്പൊ അദ്ദേഹത്തിനും മക്കളും കുട്ടികളൊക്കെ കുടുംബമൊക്കെ ഉണ്ട്. അതിനൊക്കെ മറന്നുകൊണ്ട് അതൊക്കെ ഉമ്മാനെ ഏൽപ്പിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഷാഹിൻ അതൊക്കെ ഉമ്മാനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ ആ ക്യാമ്പിലായിരുന്നു. ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു. 29-ാം തീയതിയാണ് ക്യാമ്പ് അവസാനിച്ചത്. അപ്പൊ അവർക്കുള്ളൊരു അനുമോദനമാണ് ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അവർക്കുള്ള ഒരു മൊമെന്റോ കൈമാറും. രണ്ടുപേരും സദസ്സിലേക്ക് ഇങ്ങോട്ടേക്ക് വരണം. ഷാഹിനയുടെ തുടങ്ങല്ലേ? പ്രതിജ്ഞ. എന്റെ ശരീരത്തെയും മനസ്സിനെയും അപകടത്തിലാക്കുന്ന എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും അകലം പാലിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മനുഷ്യ മനസ്സുകളെ വിഭ്രാന്തമാക്കുകയും സമൂഹത്തെ അരക്ഷിതവും കലുഷിതവുമാക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും ക്രയവിക്രയങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിക്കടിമയാകുന്ന സാഹചര്യങ്ങളെ കണ്ടുപിടിച്ച് പരിഹാരാർത്ഥം വീടുകളിലും കലാലയങ്ങളിലും സക്രിയ ഇടപെടലുകൾ നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ ലഹരി തിരിച്ചറിയുന്നു. യുവതലമുറയെ ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നത് എന്റെ കർത്തവ്യമാണെന്ന് ബോധ്യപ്പെടുന്നു. അതിനുവേണ്ടിയുള്ള നിതാന്ത പോരാട്ടത്തിന് ഞാൻ സദാ സന്നദ്ധനാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഈ സംഗമം തിരിച്ചുവിട്ടതായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.